ഹായ് ഓൾ ഏണസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയർ എന്ന എക്സാമിനേഷൻ നമ്മളിലേക്ക് വരാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു എക്സാമിനേഷൻ എഴുതുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് നിയമന സാധ്യതയെ സംബന്ധിച്ചൊരു സംശയം ഉണ്ടാവും. അതിനുള്ളൊരു മറുപടിയുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. നമുക്കറിയാം എംടെക് നിലവാരത്തിൽ അത്യാവശ്യം നല്ല ഒരു പോസ്റ്റാണ് ഈ പറയുന്ന അസിസ്റ്റന്റ് പ്രൊഫസർ എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും എല്ലാ ഉദ്യോഗാർത്ഥികളുടെയും വലിയൊരു സ്വപ്നമാണ് ഈ ഒരു പോസ്റ്റിലേക്ക് എത്തുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു മത്സരത്തിന്റെ കോമ്പറ്റീഷൻ ലെവൽ നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ പോവുകയാണ്. ഇതിനു മുമ്പ് എക്സാമിനേഷൻ നടന്നത് 727/2021 എന്ന കാറ്റഗറി നമ്പറിലായിരുന്നു. 21 നോട്ടിഫിക്കേഷൻ വന്നത്. അന്നും ഇന്നും പരീക്ഷയുടെ യോഗ്യത എന്ന് പറയുന്നത് ബിടെക്കോട് കൂടിയ ME അല്ലെങ്കിൽ എംടെക് ആയിരിക്കണം. അതായത് ബിടെക് കഴിഞ്ഞ ശേഷം നിങ്ങൾ എടുത്തിരിക്കുന്ന ME ആണ് എംടെക് ആയിരിക്കണം നിർദ്ദിഷ്ട വിഷയത്തിൽ. ഇനിയും ഈ രണ്ട് ബാച്ചിൽ ഏതെങ്കിലും ഒരു ബാച്ചിൽ നിങ്ങൾക്ക് 60% കുറയാത്ത മാർക്ക് ഉണ്ടായിരിക്കണം എന്നതും അതൊരു അടിസ്ഥാനപരമായിട്ടുള്ള യോഗ്യതയാണ്. സാലറി എന്ന് പറയുമ്പോൾ നമുക്കറിയാം AICTE നിലവാരത്തിൽ തന്നെയുള്ള സാലറിയാണ് നമുക്ക് ലഭിക്കുന്നത്. ഇനി പ്രായം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഘടകമാണ്. പ്രായത്തെ പറ്റി പറയുകയാണെങ്കിൽ അവിടെ ഒരു വലിയ മാറ്റം ഈ വർഷം വന്നിട്ടുണ്ട്. അതായത് 20 വയസ്സിനും 39 വയസ്സിനും ഇടയിലാണ് പ്രായമെങ്കിൽ ഇപ്പോൾ ആ പ്രായം മാറി 4 വർഷങ്ങൾ കൂടി ഉയർന്നിട്ടുണ്ട്. ഏതാണ്ട് 44 വയസ്സ് വരെ ഉള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓർക്കുക, കഴിഞ്ഞ തവണ അപേക്ഷിച്ച പലർക്കും ഇത്തവണയും വീണ്ടും അപേക്ഷിക്കാനുള്ള അവസരം ഈ പ്രായം ഉയർന്നത് കൊണ്ട് ലഭിക്കും എന്നത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനിയും അന്നത്തെ കാറ്റഗറി നമ്പർ പ്രകാരം ഉണ്ടായ DOE വന്നത്, അതായത് നമ്മുടെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 7/11/2024 7/11/2024 വന്ന ഈ റാങ്ക് ലിസ്റ്റിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് വെറും 40.33 മാത്രമായിരുന്നു. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട എക്സാമിനേഷൻ അത്രത്തോളം നിലവാരമുള്ളതായിരുന്നു എന്നതാണ് ഈ ഒരു കട്ട് ഓഫിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതായത് 40.33 മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് നല്ലൊരു ശതമാനം മാർക്ക്, അതായത് ആ ക്വസ്റ്റ്യനുകൾ പലരും അറ്റംപ്റ്റ് ചെയ്തിട്ടില്ല എന്ന് വേണം, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു സ്കോറിലേക്ക് എത്താൻ പറ്റിയിട്ടുള്ളൂ എന്ന് കരുതുമ്പോൾ ഡിഫിക്കൽട്ടി ലെവൽ എത്രത്തോളം ഉള്ളൊരു എക്സാമിനേഷൻ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനിയും ആ പരീക്ഷയിൽ മാക്സിമം സ്കോർ ചെയ്ത്, അതായത് ഏറ്റവും ടോപ്പറായിട്ട് വന്ന ആൾ സ്കോർ ചെയ്തത് 56.67 മാർക്ക് മാത്രമായിരുന്നു. അന്ന് ഈ ഒരു എക്സാമിനേഷനിൽ നിന്ന് ടോട്ടൽ അഡ്വൈസ് ഇതിനോടകം പോയിരിക്കുന്ന 20 പേർക്കാണ്. മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടത് കേവലം 62 പേര് മാത്രമാണ്. റാങ്ക് ലിസ്റ്റിന് ഇനിയും കാലാവധി ഉണ്ട് എന്നുള്ളത് ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. 20 പേർക്ക് പോയ നോട്ടിഫിക്കേഷൻ സ്വാഭാവികമായിട്ടും കുറച്ചും കൂടി നമ്പർ ഉയരാനുള്ള സാധ്യതയുണ്ട്. അതായത് 24 വന്നതാണ്, പുതിയ നോട്ടിഫിക്കേഷനൊക്കെ വരാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ആ റാങ്ക് ലിസ്റ്റിന്റെ വാലിഡിറ്റി പുതിയ റാങ്ക് ലിസ്റ്റ് വരുന്നവരെ ഉള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും 20 പേര് പോയ സ്ഥിതിക്ക് അതിൽ നിന്നൊരു ഏകദേശം ഇത്രയും കൂടി നമ്പറൊക്കെ പോകാനുള്ള സാധ്യത ഉണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അപ്പോൾ ഇനി നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചുവടുപടി ഇത്ര ഡിഫിക്കൽട്ടായ എക്സാമിനേഷൻ എങ്ങനെ നമുക്ക് ക്രാക്ക് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ നിരവധി മെക്കാനിക്കൽ എക്സാമിനേഷനുകളിൽ ഏണസ് അക്കാഡമിക്ക് ഉന്നത റാങ്ക് ജേതാക്കളെയും അതുപോലെ തന്നെ ധാരാളം, അതായത് 60 മുതൽ 70% റാങ്ക് ജേതാക്കളെയും ഓരോ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ കഴിയുന്നുണ്ട്. അപ്പോൾ അതൊരു വലിയ നേട്ടം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു പോകാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ സെലക്ട് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ഒരു ബ്രില്യൻ സ്ട്രാറ്റജി ആയിരിക്കും. അങ്ങനെ നിങ്ങൾ പഠിച്ചു തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും സിലബസ് കവർ ചെയ്യുന്നതിനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും ഒപ്പം തന്നെ ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ ലെവലിൽ വരുന്ന മറ്റ് എക്സാമുകൾ, ഓൾ ഓവർ ഇന്ത്യ നടക്കുന്ന മറ്റ് എക്സാമുകളുടെ നിലവാരത്തിലെ ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്ത് വളരെ റെലവെന്റ് ആയിട്ട് എക്സാമിനേഷൻ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ കോഴ്സുകളൊക്കെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, കോഴ്സിന് ജോയിൻ ചെയ്യുക. കോഴ്സിൽ ജോയിൻ ചെയ്ത് പഠനം നന്നായിട്ട് ഇപ്പോൾ തന്നെ തുടങ്ങുക. നേരത്തെ തുടങ്ങി കഴിഞ്ഞാൽ നമ്മുടെ പഠനത്തിന്റെ പകുതി റോള് നമ്മൾ കഴിഞ്ഞു. ബാക്കി നമുക്ക് റിവിഷൻ ചെയ്താൽ മാത്രം മതി. എങ്കിൽ മാത്രമേ ഈ പരീക്ഷയ്ക്ക് നമുക്ക് ടോപ്പറിൽ എത്താൻ വഴിയുള്ളൂ. നമുക്ക് കണ്ടു 40% കട്ട് ഓഫ് വരുന്നത്. ടോപ്പറായ ആൾ പോലും 56 അല്ലെങ്കിൽ 60% താഴെ മാത്രം മാർക്കാണ് നേടുന്നത്. അപ്പോൾ അതിന് ആ ഒരു ലെവലിലേക്ക് നമുക്ക് എത്തണം. നമ്മുടെ ഒരു ടാർഗറ്റ് 60 മുകളിൽ ഒരു 70 ഫിക്സ് ചെയ്ത് പിച്ച് ചെയ്ത് നമ്മൾ തയ്യാറെടുത്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മൾ 1ാമത്തെ റാങ്കിൽ തന്നെ എത്തും. നമ്മുടെ ലക്ഷ്യം 1ാമത്തെ റാങ്ക് വെച്ച് തയ്യാറെടുക്കാൻ നിങ്ങൾക്ക് ഏറ്റവും പറ്റിയൊരു ഓപ്ഷനാണ് ഏണസ് അക്കാഡമി. അപ്പോൾ കോഴ്സിന് ജോയിൻ ചെയ്യുന്ന കോഴ്സിന്റെ വിശദവിവരങ്ങൾക്കുമായിട്ട് ഇപ്പോൾ തന്നെ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്കൊന്ന് ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.